പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷം നമുക്കൊരുമിച്ച് ദൈവസന്നിധി ഒരിക്കൽ കൂടെ കാണുവാനും അല്പനേരം ദൈവത്തിൻ്റെ വചനത്തിൽ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമുക്കൊരുക്കി തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നമ്മളൊന്ന് ചുറ്റുപാടുകളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒത്തിരി പ്രതീക്ഷകൾ, ഒത്തിരി ആഗ്രഹിച്ചവർ, ഒത്തിരി പല പദ്ധതികളും ആരംഭിച്ചവർ ഇന്ന് ലോകത്തിൻ്റെ വരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരിൽ ഒരാളെ പോലെ ആകാതെ വണ്ണം ദൈവത്തോളം നമ്മൾ നടത്തിയ ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവം എന്നെ നടത്തിയ, ദൈവം എന്നെ കരം പിടിച്ച, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ആ ദൈവത്തിന് എത്ര പേർക്ക് നന്ദിയോടെ ഇന്ന് പകൽ സ്തോത്രം പറയാൻ കഴിയും? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി ഇരിക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്നതല്ല അവൻ നമ്മെ നിർത്തിയതാണ്, നേടിയതല്ല അവൻ സകലതും നൽകിയതാണ്. അവൻ നമ്മെ നടത്തിയ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. അല്പനേരം അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു, അങ്ങയുടെ വചനത്തിനു മുമ്പിൽ വിധേയപ്പെടുന്നു. എന്താണ് ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത്? സംസാരിക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനം എല്ലാവർക്കും ഒരാശ്വാസവും വിടുതലും നന്മയുമാകണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ആമേൻ. 6-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് ചേർന്ന് വായിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവീൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുവീൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അപ്പം ദൈവത്തിൻ്റെ കൈക്കീഴെ താണിരിക്കുന്ന ഒരാളെ ദൈവം നമ്മെ ഉയർത്തുവാനിടയായി തീർന്നു. നമുക്ക് ശമൂവേൽ പുസ്തകത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു മാതാവിനെ നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. തൻ്റെ മനസ്സിലെ ഭാരം, തനിക്കൊരു മകനില്ല, തനിക്കൊരു കുഞ്ഞിനെ വേണം. തൻ്റെ ജീവിതത്തിലെ ഭാരം, ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത് തനിക്കൊരു കുഞ്ഞ് ഇല്ലാത്ത അവസ്ഥ. ഭവനത്തിൽ നിന്ന് പുറത്തു പോയാൽ നിന്ന് സകല രീതിയിലും നിന്നയും അപമാനവും സഹിച്ചിരിക്കുന്ന ഒരു മാതാവ് ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആലയത്തിൽ പുരോഹിതന് പോലും തൻ്റെ പ്രാർത്ഥന എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന പലർക്കും മനസ്സിലാകത്തില്ല. ആമേൻ. ഹൃദയം വിങ്ങി പൊട്ടുമ്പോഴും പലരും ചിന്തിക്കുന്നത് ആമേൻ മത്തുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആമേൻ നമ്മളെ അറിയാതെ പോകുന്നവരാണ് പലരും നമ്മുടെ ചുറ്റുപാടുകളുള്ളവർ. ഇവന്തോ നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന എന്ന് പറയുന്ന പലരും ഒരുപക്ഷെ കൂട്ടത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞ് കരം പിടിച്ച സ്വന്തം ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളാകട്ടെ, അവർ നമ്മളെ അറിയാതെ പോകുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അന്ന വന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്കൊരു സ്തോത്രം ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? അവൾ മനുഷ്യൻ കേൾക്കുകയല്ല പ്രാർത്ഥിച്ചത്. മത്തായി സുവിശേഷം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം തൻ്റെ ഹൃദയം ദൈവവുമായി പകരുവാൻ, ദൈവത്തിന് മുമ്പിൽ തൻ്റെ വിഷയങ്ങളെ മറ്റു മനുഷ്യരിൽ കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യതയോടെ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൾ പറയുന്നത്, എനിക്കൊരു മകനെ വേണം. സ്തോത്രം എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവളുടെ മനസ്സിലൊരു ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, ഞാൻ ഇനി വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ മറുപടിയുമായി ഞാൻ വരുമെന്നാണ്.
അവൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ഉറപ്പുണ്ടാകണം. ഞാൻ ഇനി വരുമ്പോൾ, ആലയത്തിൽ വരുമ്പോൾ അതിന് മറുപടിയുമായിട്ടേ ഞാൻ വരത്തുള്ളൂ. അതാണ് ദൈവവചനം നമ്മൾ ചിന്തിച്ചത്, അല്ലെങ്കിൽ വായിച്ച വാക്യം ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. എപ്പോഴാണ് ഉയർത്തേണ്ടത്? തക്ക സമയത്ത്. പലപ്പോഴും നമ്മുടെ വിചാരങ്ങളെ ദൈവമേ എൻ്റെ ടൈമിൽ ദൈവം എനിക്ക് ചെയ്യണം. പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന തെറ്റുകൊണ്ടെന്നല്ല പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ ടൈമിനായി നമ്മൾ കാത്തിരിക്കണം. കനാവിൽ കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയി, പക്ഷേ അവൻ തൻ്റെ അമ്മയുടെ വാക്ക് കേട്ട നിമിഷം തന്നെ പച്ചവെള്ളം എടുത്ത് വീഞ്ഞാക്കി കൊടുത്തതല്ല. യേശുവിൻ്റെ സമയം നാഴിക ഇതുവരെയും വന്നിട്ടില്ല, അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് തൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സകലതും നിവൃത്തിയായി ക്രൂശിൽ കിടന്ന് യേശു പറയുന്നു, സകലതും നിവൃത്തിയായി, ടെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണാം എല്ലാത്തിനും ദൈവത്തിനൊരു ടൈമുണ്ട്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത്. ഏതാ തക്ക സമയം? ആ തക്ക സമയം ദൈവം ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ സകലതും ഒരുക്കി വെച്ചിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ എന്തെല്ലാം വേണമോ, എന്തെല്ലാം മനുഷ്യൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വെള്ളവും കടലും വെള്ളവും കരയും വേർതിരിച്ച് ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും നിർമ്മിച്ച് അതിലുള്ള പക്ഷി മൃഗാദികളെ നിർമ്മിച്ചതിന് ശേഷം അവസാനം മണ്ണെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനറിയാം. കാരണം ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമാണെന്ന്. നമ്മൾ പറയും, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാനേ പറ്റുന്നില്ല, എൻ്റെ വിഷയത്തിനൊരു മറുപടി പോലും തരുന്നില്ല. പക്ഷെ കുഞ്ഞെ, നിനക്കെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ആമേൻ, സ്തോത്രം. നമ്മൾ പറയും, ഞാൻ ഈ അപ്പൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചല്ലോ, ഇത്രയും ഭാഗ്യം കെട്ട ഒരുവൻ. ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ നീ ഈ കുടുംബത്തിലാണ് ജനിക്കുന്നത് എന്ന്? ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ നിൻ്റെ സാഹചര്യം ഇതായിരുന്നു എന്ന്? പക്ഷെ നീ ജനിച്ചത് അൺഎക്സ്പെക്റ്റഡായിട്ട് നീ ആ കുടുംബത്തിൽ വന്നതല്ല. സ്തോത്രം. അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു വിവാഹം കഴിച്ചു കൊണ്ടുവന്നൊരു പെൺകുട്ടി പറയുന്നു, ഈ കുടുംബത്തിലേക്ക് വന്നു കയറി. നീ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നതല്ല. ദൈവം നിന്നെ ആ കുടുംബത്തിലാക്കി വെച്ച ചിലരെ പണിതെടുക്കുവാൻ, ചിലർക്ക് ആശ്വാസമാകുവാൻ, ചിലർക്ക് നീ മുഖാന്തരം സമാധാനമുണ്ടാകുവാൻ. നീ വരേണ്ടടുത്ത് മറ്റു പലരും വന്നായിരുന്നെങ്കിൽ ആ കുടുംബം തകർന്നു പോകുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം നിന്നെ അവിടെ ആക്കിയത്. അതുപോലെ തന്നെ തലമുറകളോട് പറയട്ടെ, ദൈവത്തിനറിയാം നീ ജനിക്കേണ്ടത് ഈ കുടുംബത്തിൽ. കാരണം അവർക്ക് ആശ്വാസം നിന്നിലൂടെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നിന്നെയാണ് ദൈവം അവിടെ ആക്കി വെച്ചത്. അതുകൊണ്ട് തക്ക സമയത്ത് പലപ്പോഴും നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുവാൻ കഴിയുന്നെങ്കിൽ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സാംസ് 55:22, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, നിൻ്റെ ഭാരമുണ്ടെങ്കിൽ, വേദനകളും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ വെക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വെക്കുക. അതാണ് പറയുന്നത്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അപ്പം പലപ്പോഴും നമ്മൾ ഭാരങ്ങൾ വെക്കുന്നത് മറ്റു പലതിലുമാണ്, നമ്മുടെ ആശ്രയം മറ്റു പലതിലുമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിൻ്റെ ഭാരം വെക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നിന്നെ പുലർത്തും. അപ്പം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നീ വെക്കാത്തോടത്തോളം കാലം, അല്ല ദൈവത്തോട് നീ ചോദിക്കാത്തോടത്തോളം കാലം ദൈവം നിന്നെ പുലർത്തുവാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് പകൽ സ്നേഹത്തോടെ എൻ്റെ കൂടപ്പിറപ്പുകളോട് ഞാൻ പറയട്ടെ, മാതാവേ, പിതാവേ, എൻ്റെ കൂടപ്പിറപ്പുകളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാരം
ദൈവത്തിൽ വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റുമെങ്കിൽ അവൻ നിങ്ങളെ പുലർത്തും. മഹത്വവും അഗോചരമായി അവൻ നിന്നെ വഴി നടത്തും. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി നിന്നെ വഴി നടത്തും. മനുഷ്യൻ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നാതെ വണ്ണം നിന്നെ നടത്തുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. പലപ്പോഴും നമ്മുടെ ചിന്താഗതികൾ പലപ്പോഴും ദൈവമേ എൻ്റെ ടൈമിൽ ചെയ്യണം, അല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ നിൻ്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കുന്നു, അങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ. അതുപോലെ തന്നെ നിൻ്റെ ഭാരം, ഒന്നാമതായി നിൻ്റെ ഭാരമുണ്ട്, നിൻ്റെ വേദനകളുണ്ട്. അതാണ് പറഞ്ഞു, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്ന ആയുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളിച്ചത് കർത്താവ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുക, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെക്കണം. ഈ ലോകത്തിലൊന്നിലും നിൻ്റെ ഭാരം വെക്കരുത്, ദൈവത്തിൽ വെക്ക്. ഇന്ന് ദൈവത്തിൽ സമർപ്പിക്കുക, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അടുത്ത് പറയുന്നതാണ്, വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീ നീതിമാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വിശുദ്ധിയോടെ വേർപാടോടെ നീ ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ നീ കുലുങ്ങിപ്പോകാതെ വണ്ണം, നീ തകർന്നു പോകാതെ വണ്ണം, അവൻ അസമാധാനത്തിലേക്ക് ചെല്ലാതെ വണ്ണം ദൈവം നടത്തുവാൻ ഇടയായിത്തീരും. ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് അറിയാമായിരുന്നു, ഞാൻ അവനെ പിശാചിൻ്റെ കൈ കൊടുത്താലും അവൻ എനിക്ക് വേണ്ടി നിൽക്കുമെന്നുള്ളൊരു ഉറപ്പ് ദൈവത്തിന് ഇയ്യോബിനെ കുറിച്ചുണ്ടായിരുന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എത്ര ഉറപ്പുണ്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന്? ഇല്ല എന്നാണെങ്കിൽ സ്തോത്രം, ദൈവം പറയുന്നു നമുക്കൊരു ഉറപ്പുണ്ടാകട്ടെ. ഇവിടെ പറയുന്നത് പോലെ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന് മുമ്പിൽ കർത്താവിന് നമ്മെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാകട്ടെ. പലപ്പോഴും നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിങ്ങളെ തന്നെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ദൈവത്തിന് സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസോടുകൂടി പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ ഇടയാകും, ദൈവം എന്നെ പുലർത്തുവാൻ ഇടയാകും. മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത്. അവൻ 20-ാം സങ്കീർത്തനം പറയുന്നത്, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ദൈവ പൈതൽ അവൻ കുനിഞ്ഞ് വീഴുവാനല്ല, നിലനിർത്തുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. പർവ്വതം കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം ഇരച്ച് അവൻ പൊങ്ങിയാലും ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. യഹോവയിൽ ആശ്രയിക്കുന്നൊരു ദൈവ പൈതൽ പറയാം, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഐ വിൽ നോട്ട് ചേഞ്ച്, ഐ വിൽ നോട്ട് ഷേക്ക്, I will not shake from all the situation what I am facing in my life. പറയാൻ കഴിയുമോ? I will stand for Christ. I will see the glory of God. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങൾ നിൽക്കുവാൻ ഇടയാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും. മനുഷ്യന് അസാധ്യങ്ങൾ സകലതും ദൈവത്തിന് സാധ്യമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. 37-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. രണ്ടാമത് കാര്യം, ഒന്ന്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളണം. 2, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. 2, യഹോവയിൽ ഭരമേൽപ്പിക്കണം. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അല്ല, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ നിൻ്റെ വഴി മുഴുവൻ ദൈവഹിതമായി തീരട്ടെ, ദൈവത്തോട് ചേർന്നുള്ളതായി തീരട്ടെ. നിൻ്റെ വഴി യഹോവയിൽ ഫരമേൽപ്പിക്കാൻ കഴിയുമോ? യഹോവയിൽ ഫരമേൽപ്പിക്കുന്ന ഒരു ദൈവ പൈതലിന് വചനം ഇങ്ങനെ പറയും, അവനിൽ തന്നെ ആശ്രയിക്കുക. നീ ഫരമേൽപ്പിച്ചാൽ മാത്രം പോരാ, അവനിൽ ആശ്രയിക്കണം. പലപ്പോഴും നമുക്ക് ആശ്രയം സമ്പത്തിൽ ആശ്രയമാണ്, നമ്മുടെ മക്കളിൽ ആശ്രയം. ഞാൻ പലരും കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കളൊന്ന് പഠിച്ച് വിദേശത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്രയം, എൻ്റെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം മാറും എന്ന് ചിന്തിച്ച് പലരെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല ജോലി എല്ലാം റെഡിയാക്കി വിദേശത്തെല്ലാം വിട്ട് അവസാനം
മക്കൾ പോലും മറന്നു കളയും. ഇന്നലകളെ അനുഭവിച്ച വേദനയ്ക്കാല ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ചില അനേകം മാതാപിതാക്കന്മാർ എൻ്റെ വാക്ക് കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാർ അതേ ഒരു അവസ്ഥയിൽ നിൽക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്നു, നിങ്ങളുടെ മക്കൾ തല്ലിയാലും യഹോവ നിങ്ങളെ തള്ളത്തില്ല. അതാണ് പറയുന്നത്, അവനെ തന്നെ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. മക്കളിലല്ല ആശ്രയിക്കേണ്ടത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിലല്ല, ഭർത്താവ് ഭാര്യയിലുമല്ല. ഇവരെ ആശ്രയിക്കരുതെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിൽ ആയിരിക്കണം. ഏതാണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു ന്യൂസ് പേപ്പറിനകത്ത് വായിച്ച ഒരു സംഭവം എന്നെ വളരെയധികം വേദനിപ്പിക്കുവാനിടയായി തീർന്നു. അമേരിക്കയിലുള്ളൊരു മകൻ തൻ്റെ അമ്മയെ കാണുവാൻ ചില വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് താൻ റൂമ് വന്ന് വാതിൽ കൊട്ടിയപ്പോൾ പ്രിയ മാതാവ് വാതിൽ തുറന്നില്ല. അവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. ഫോൺ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ ഫയർഫോഴ്സിനെ വേണ്ടപ്പെട്ടവർ വിവരം അറിയിച്ചു. അവർ വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ആ സോഫയിൽ കുറച്ച് തുണിയും അസ്ഥിക്കൂമ്പാരമായി ആ മാതാവിൻ്റെ അസ്ഥികൾ അവിടെ ഇരിക്കുന്നു. നേരെയിരുന്ന തലയോട്ടി അതിൻ്റെ അകത്തുനിന്ന് വിട്ടിട്ട് ആ സോഫയിൽ കിടക്കുന്നു. അപ്പോൾ ഈ മകൻ പറയുന്നൊരു പദമുണ്ട്, എന്നെ വേദനിപ്പിച്ചതാ. 1.5 വർഷം മുമ്പ് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചായിരുന്നു, ഇങ്ങനെ വരാൻ സംഭവം സാധ്യതയില്ലല്ലോ എന്ന്. ഇത് പലർക്കും, പല മക്കൾക്കും അപ്പനമ്മമാരെ വേണ്ട. പഠിപ്പിച്ച് നല്ല നിലയിലാക്കി, നല്ല വിവാഹം കഴിപ്പിച്ച്, നല്ല ജോലിയിൽ വിദേശ രാജ്യങ്ങളിൽ, എന്തിന് നമ്മുടെ സ്വന്തം ദേശത്ത് പോലും ആക്കിയിട്ട് അപ്പനമ്മമാരെ തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കന്മാരുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നീ ദീർഘായുസ്സോടെ ഇരിക്കണം, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുന്നത്. എഫേസ്യ ലേഖനം പഠിപ്പിക്കുക, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുന്നത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. 1.5 വർഷം മുമ്പ് വിളിച്ച മകൻ പറയുന്നു, അമ്മ അന്ന് സംസാരിച്ചതാ, പക്ഷേ അതിനുശേഷം അവന് അമ്മയെ വിളിക്കാൻ പോലും സമയമില്ല. ഈ ലോകത്തിലെ പണവും പ്രതാപവും ഉണ്ടായിട്ട് എന്താ കാര്യം? നീ സ്നേഹിക്കുന്ന, നീ വളർത്തി നൊന്തു പ്രസവിച്ച മക്കൾ നിന്നെ വേണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കുഞ്ഞ് നിന്നെ ദൈവത്തിന് വേണം. കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ഉപേക്ഷിക്കരുതേ. മാതാവ് നിന്നെ ആ ഉദരത്തിൽ ചുമന്നുകൊണ്ടിരുന്ന സമയത്ത് ആ മാതാവ് കാലൊന്ന് ശക്തിയായി ചവിട്ടി നടന്നാൽ നിൻ്റെ പേർ പോലും ഈ ഭൂമിയിൽ പേർ വരാൻ പോലും ഇടയാകാതെ വണ്ണം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാമായിരുന്നു. എന്നാൽ ഇന്ന് നീ പേരോടെ നിൽക്കുന്നതിൻ്റെ കാരണം നിൻ്റെ മാതാവിൻ്റെ കാലുകൾ ശ്രദ്ധയോടെ വെച്ചതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ആവുന്ന കാലത്ത് സ്വത്രം ഹല്ലേലൂയ നിന്നെ ശ്രദ്ധയോടെ കൈപിടിച്ച് നടത്തിയ മാതാവിന് കുഞ്ഞനാൾ നമ്മൾ പറയും, എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, വാശി പിടിക്കും. എന്ന പ്രായമാകുമ്പം ആ വാശിയില്ല. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നീ നോക്കണം. അല്ല, പ്രായമാകുമ്പോൾ പറയണം. കുഞ്ഞിലല്ല പറയേണ്ടത്, പ്രായമാകണം. എൻ്റെ അപ്പനും എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് അവരെ സ്നേഹിക്കുവാൻ, അവരോട് ചേർന്നിരുന്ന് അല്പനേരം സംസാരിക്കുവാൻ, അല്പനേരം ഭക്ഷണം കഴിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിൻ്റെ വഴി യഹോവയിന്മേൽ ഭരമേൽപ്പിക്കുക. സ്തോത്രം. ഈ വാക്കും എന്താണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങളെ വിളിക്കുന്നില്ല, ഞങ്ങളെ കാണുന്നില്ല എന്ന് വേദനയോടെ ഇരിക്കുന്നെങ്കിൽ മാതാവേ, പിതാവേ, നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവൻ നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. നിങ്ങൾ പറയും, എന്താ മാനം പാസ്റ്ററെ, എന്താ അനുഗ്രഹം പാസ്റ്ററെ? ഇല്ല, ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, ഒരു നിത്യതയുണ്ടെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുകയും. അവിടെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിക്ക് നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്തെങ്കിൽ നിങ്ങളെ മാനിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ മാതാപിതാക്കന്മാരെ നിങ്ങൾ ഭാരപ്പെടേണ്ട. പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒരു നാൾ കൈവിടരുത്. അവരെ മുറുകെ പിടിച്ചു കൊള്ളണമേ. അവരാണ് നിങ്ങളുടെ സ്വത്ത്, അവരാണ് നിങ്ങളുടെ അവകാശം, അവരാണ് നിങ്ങളുടെ സകലതും എന്ന ബോധ്യത്തോടെ അവരെ മുറുകെ പിടിക്കണമേ. വിട്ടിട്ട് പോകുകയല്ല വേണ്ടത്, പാതി വഴി വിട്ടിട്ട് പോകുകയല്ല വേണ്ടത്, അവരെ ചേർത്ത് പിടിക്കാനിടയാകണമേ.
അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവൻ ഫിലിപ്പിയ ലേഖനം ഇങ്ങനെ പറയുന്നു, 4-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. ഒന്ന്, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക എന്നാണെങ്കിൽ. 2, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. 3, ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്. ഈ വിചാരമാണ്. അടുത്തവൻ വലിയൊരു വീട് വെച്ചു, എനിക്കും വലിയൊരു വീട് വേണം, അതിനേക്കാളും ഉപരി അല്ല. വീട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് സാരം. നല്ല വീടുകൾ ഉണ്ടാകട്ടെ, അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെ ദൈവമേ, നിനക്കെനിക്ക് നല്ലൊരു വീട് തരാൻ നിൻ്റെ ടൈമായോ എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. ദൈവത്തോട് ആലോചനകളെ ചോദിച്ച്. അവൻ സ്തോത്രം. സങ്കീർത്തന പുസ്തകം പറയും, ഞാൻ ദൃഷ്ടി വെച്ച് ആലോചനകളെ പറഞ്ഞു തരും. അവൻ ദൃഷ്ടി വെച്ച് ആലോചനകളെ പറഞ്ഞു തന്ന് ആ വഴികളിലൂടെ നടക്കുന്നെങ്കിൽ നമുക്കത് ശാശ്വതമാകും, അനുഗ്രഹമാകും, അത് നന്മയാകും. സ്തോത്രം. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. സങ്കീർത്തനം 34-15 വാക്യം പറഞ്ഞു, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന, അവൻ ചെവി, അവൻ കാതുകൂർപ്പിച്ച് കേൾക്കുന്ന, സ്വന്തം ദൈവത്തിൽ വചനം ഇങ്ങനെ കാണുന്ന ചെവി ചായ്ച്ച് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുമെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവത്തിന് മുമ്പിൽ നമുക്കത് പ്രാർത്ഥിക്കുവാനിടയായിത്തീരട്ടെ. ഞാൻ ഇവിടെ പറയുന്നത് ഇങ്ങനെ, സങ്കീർത്തനം 34-15, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. ഇന്ന് നീ നീതിമാനാണോ? ദൈവസന്നിധിയിൽ വെടിപ്പുള്ള കൈയോടും നിർമ്മല ഹൃദയത്തോടും നിൽക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. അതാണ് പറയുന്നത്. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. എപ്പോഴാണ് ഒരു തക്ക സമയം ഉയർത്തേണ്ടത്? നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കണം. നമുക്ക് പലപ്പോഴും താണിരിക്കുവാൻ, കാത്തിരിക്കാനെല്ലാം ഇഷ്ടമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ ഇഷ്ടമാണ്. പ്രാർത്ഥിച്ച് ആ നിമിഷം തന്നെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇസ്രായേൽ ജനം അത് തന്നെയായിരുന്നു. ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചു, ഭക്ഷണം എല്ലാം തീർന്നു, എല്ലാം ഇനി അടുത്ത് നാളത്തേക്കുള്ള ഭക്ഷണമില്ല, തുടങ്ങി വെറുവെറുപ്പ്. ഞങ്ങളവിടെ എറിച്ചിക്കലത്തിൻ്റെ അടുത്ത് അരികിലിരുന്നപ്പോൾ എന്നാണ് പറഞ്ഞ് തുടങ്ങുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, പുറപ്പാട് പുസ്തകത്തിൽ എക്സോഡക്സിൻ്റെ അത് പറയുന്നത് ഇങ്ങനെയാണ്, അവരുടെ നിലവിളി ദൈവം കേട്ടു, അവരുടെ കഷ്ടതയെ ദൈവം കണ്ടു എന്നാണ്. പക്ഷെ ഇപ്പോൾ പറയുക, ഞങ്ങൾ എറിച്ചിക്കലത്തിൻ്റെ അരികിലിരുന്നപ്പോൾ, പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് അല്ല. പിറുപിറുപ്പല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വിശ്വസ്തയോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തോട് പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനത്തിന് കൊടുത്തോ? ഒരു ദിവസം മോശം ചോദിക്കുക, ഒരു ദിവസം കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരാഴ്ച കൊടുക്കുമോ, ഒരു മാസം കൊടുക്കുക? അല്ല. ദൈവത്തിൻ്റെ വചനം യോശുവയുടെ പുസ്തകം ഇങ്ങനെ വായിച്ചു, കനാൻ ദേശത്ത് വന്ന് അവർ അധ്വാനിച്ച് കൃഷി ചെയ്ത് ആദ്യഫലം അനുഭവിക്കുന്ന നിമിഷം വരെ മന്ന നിന്നിട്ടില്ല. എപ്പോൾ നിൻ്റെ അധ്വാനം ആരംഭിച്ചു, അധ്വാനത്തിലൂടെ നിനക്ക് ഭക്ഷിക്കുവാൻ സാവകാശമുണ്ടായോ അപ്പോൾ നിന്നു. അതിനൊരു വേറൊരു സൈഡും കൂടി ഞാൻ നിങ്ങളോട് പറയാം. അധ്വാനിക്കാൻ കഴിയാൻ പ്രാപ്തി ഉണ്ടായിട്ട് ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ ദൈവം നിൻ്റെ മുമ്പിൽ വെച്ചപ്പം അതിനു വേണ്ടി അധ്വാനിക്കാതെ, അതിനുവേണ്ടി കഷ്ടപ്പെടാതെ ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എൻ്റെ ദൈവം ഒറ്റ കാര്യമുള്ളൂ, വിശ്വസ്തന. ദൈവം പറഞ്ഞ പദം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തയക്കാം.
അവിടെ അയച്ച് നിനക്ക് ലഭിക്കേണ്ട, അവിടെ ഉണ്ടാകേണ്ട നന്മ നിനക്ക് വേണ്ടി ഒരുക്കിയപ്പോൾ ഇനി മന്ന നിനക്ക് ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരപ്പൻ സ്വർഗത്തുണ്ട്. അതുകൊണ്ട് അവൻ തക്ക സമയം നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് ബലമുള്ള കൈക്കഴി താണിരിപ്പിൻ. അടുത്ത പദം ഇങ്ങനെയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, അപ്പം നമുക്ക് വേണ്ടി കരുതുന്നൊരു അപ്പൻ നിൻ്റെ കൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായി ഒരുക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ, നീരുറവ് ഒരുക്കിയെങ്കിൽ, മകൻ്റെ നിലവിളി കേട്ടിട്ട് ദൈവം ഒരുക്കിയെങ്കിൽ, ഇന്ന് പകൽ നിനക്ക് വേണ്ടിയും ഒരുക്കുവാൻ ദൈവം ശക്തനാണ്. ആ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമോ? ആ ദൈവത്തിന് മുമ്പ് വിധേയപ്പെടുവാൻ തയ്യാറാകുമോ? ആ ദൈവത്തിന് മുമ്പിൽ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ സ്തോത്രം വെച്ചുകൊള്ളുക നീ തയ്യാറാക്കുക. 2, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാൻ നീ തയ്യാറാക്കുക. 3, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ പ്രാർത്ഥനയോടെ ഇരിക്കാൻ നീ കഴിയുമോ? അങ്ങനെയെങ്കിൽ നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരെ നിലവിളിക്കും തുറന്ന് ഇരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്ന ഒരു ചെവി സ്വർഗത്തിൽ ഉണ്ട്. ആ യേശു നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. വിശ്വസിക്കാൻ കഴിയുമോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്? നീതിയുള്ള ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. മഹത്വം കൊണ്ട് നിറയ്ക്കണം. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവർ വിഷയത്തിന്മേൽ അത്ഭുതങ്ങളെ ചെയ്യണം. ഏതെങ്കിലും ബാധബദ്ധക്കം തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് ഇരിക്കുന്നെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നലെ അവരെ വിളിക്കാത്ത ആ കുഞ്ഞുങ്ങൾ ഈ മാതാപിതാക്കന്മാരെ വിളിക്കുവാൻ, അവരെ സ്നേഹത്തോടെ കരുതുവാനും ഇവരെ ഇടയാക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ചാണ്. രോഗത്തോടെ, ദുഃഖത്തോടെ, പ്രയാസത്തോടെ, കണ്ണുനീരോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതൽ, ആശ്വാസം അവരുടെ കുടുംബങ്ങൾക്കകത്ത്, അവരുടെ ബിസിനസ്സിൽ, അവരുടെ ജോലിയിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ, സകല മേഖലയിലും ഉണ്ടായിരിക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. ഇവർ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. വഴികളെ തുറന്നിരിക്കുക സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.